ഈ വീഡിയോ കണ്ടോ? തെക്കൻസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ജില്ലകളുടെ പേര് കൊടുത്തിട്ടുണ്ട്, മലബാർ എന്ന് പറഞ്ഞ് കുറച്ച് ജില്ലകളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഇതിന് കിട്ടിയ ലൈക്കുകൾ എത്രയെന്നറിയോ? ഇതിൻ്റെ കോമൻറ്റ് ബോക്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും നമ്മുടെ നാട് എത്രത്തോളം പ്രാദേശികമായി വേർതിരിപ്പിക്കപ്പെട്ടു എന്ന്. ഇത്തരത്തിലുള്ള വീഡിയോകൾ തടയിടാൻ സർക്കാർ തലത്തിൽ എന്തെങ്കിലും മാർഗനിർദ്ദേശങ്ങൾ കൊണ്ടുവന്നേ മതിയാകും. പ്രാദേശികവാദം എന്ന് പറയുന്നത് ഗുരുതരമായ തെറ്റാണ്. ആ തെറ്റുകൾ ഈ സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന ആഘാതം ചെറുതൊന്നുമല്ല. നമ്മൾ രാവിലെ തന്നെ സോഷ്യൽ മീഡിയകൾ തുറന്നാൽ തല്ലാണ്. 7 ഭൂഖണ്ഡങ്ങൾ തമ്മിൽ തല്ലാണ്. ആ ഭൂഖണ്ഡങ്ങൾക്കുള്ളിൽ വന്നു കഴിഞ്ഞാൽ ഓരോ രാജ്യങ്ങൾ തമ്മിൽ തല്ലാണ്. ആ രാജ്യങ്ങൾക്കകത്ത് സൗത്തും വെസ്റ്റും, സൗത്ത് ഇന്ത്യയും നോർത്ത് ഇന്ത്യയും തമ്മിൽ തല്ലാണ്. അതിൽ തന്നെ ഉള്ളോട്ട് വന്നാൽ ഓരോ സംസ്ഥാനങ്ങൾ തമ്മിൽ തല്ലാണ്. ഓരോ ജില്ലകൾ തമ്മിൽ, ഓരോ പഞ്ചായത്തുകളും വാർഡുകളും മണ്ഡലങ്ങളും വേർതിരിഞ്ഞ് തല്ലാണ്. മമ്മൂട്ടിക്ക് വേണ്ടിയിട്ടും മോഹൻലാലിന് വേണ്ടിയിട്ടും വേറൊരു കൂട്ടർ, നായക്ക് വേണ്ടിയിട്ടൊരു കൂട്ടർ, പൂച്ചക്ക് വേണ്ടിയിട്ടൊരു കൂട്ടർ, ഫുട്ബോളിൻ്റെ പ്രേമികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ തല്ല് വേറെ, മതങ്ങളുടെ തല്ല് വേറെ, ഇങ്ങനെ തുടങ്ങി 100,000 തല്ലുകൾ നിത്യേന സോഷ്യൽ മീഡിയകളിൽ നടക്കുകയാണ്. ഈ ഭൂമിയിൽ മാത്രം മനുഷ്യരുള്ളത് കൊണ്ട് നന്നായി. അതല്ലാതെ ചൊവ്വയിലും ചന്ദ്രനിലുമൊക്കെ മനുഷ്യരുണ്ടായിരുന്നെങ്കിൽ ഗ്രഹങ്ങൾ തമ്മിൽ വരെ തല്ലുണ്ടാവുമായിരുന്നു. ഫാൻസ് ഫൈറ്റുകൾ ഒരു പക്ഷെ മറന്നു പോയേക്കാം. പക്ഷേ പ്രാദേശികമായ വാദങ്ങളും വേർതിരിവുകളും ഒക്കെ കാലാന്തരത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. നമ്മളെല്ലാവരും നമ്മളെ സൂക്ഷിക്കുക.